നമ്മുടെ നമുക്ക് നടക്കുന്ന, അതായത് പാളത്തിലും നമ്മൾ സെർച്ച് ചെയ്ത് പോയാൽ കാണാൻ പറ്റാത്തൊരു സ്ഥലത്തായിരുന്നു. ഏകദേശം ഒരു 6.5-7 അടി ഇതുള്ളൊരു ഹൈറ്റുള്ളൊരു കുഴിക്കകത്തായിരുന്നു. നടക്കുന്ന ഒരു ആൾക്കാർ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പാത പോലെ നമുക്ക് അവിടെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കാടിന് ഞാൻ മാറ്റിയിട്ട് അകത്തോട്ട് നമ്മൾ കയറിയായിരുന്നു. കയറിയപ്പോഴത്തേക്കും ഈ കുഞ്ഞിങ്ങനെ മലർന്ന് കണ്ണിങ്ങനെ ഫുള്ള് തുറന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുഞ്ഞ് ഒരു അനക്കമില്ല. ലൈറ്റിങ്ങനെ അടിച്ചപ്പോഴത്തേക്കും ആ മൊബൈലിൻ്റെ ഫ്ലാഷിൻ്റെ ഇതിൽ കുഞ്ഞ് കണ്ണ് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം കുഞ്ഞ് ആദ്യം ഡെത്തായെന്നാണ് വിചാരിച്ചത്. സാറിനോട് അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ചാടി ഇറങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞ് ടക്കനെ ഞെട്ടിയും വളർന്നു. ഒരു രണ്ട് വേരിൻ്റെ ഇടയിൽ കുഞ്ഞിനെ മലർത്തി കിടത്തിയിരിക്കുകയായിരുന്നു. നമ്മൾ പിന്നെ അപ്പോഴന്നെ എടുത്ത് സാറും നമ്മളെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഓടായിരുന്നു. വേറെ ഒന്നും ചെയ്തില്ല. വേറെ ഒന്നും മനസ്സ് വന്നില്ല ഫോട്ടോ എടുക്കാൻ. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു ഫോട്ടോ എടുത്ത്. ഞാൻ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നുള്ള ഒരൊറ്റ ഇതിൽ വേറെ ഒന്നും മനസ്സിൽ വന്നിട്ടില്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ കണ്ടപ്പോഴേ ഈ കുട്ടി ആരോ കൊണ്ട് കിടത്തിയ രൂപത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? അതെ, തീർച്ചയായിട്ടും. കുട്ടിയല്ലാതെ സ്വാഭാവികമായ അല്ല ഒരിക്കലും നമുക്ക് പോലും ഞാൻ പോലും ചാടി ഇറങ്ങിയതാണ്. എനിക്ക് തന്നെ ഒരു ഏടി അടിപ്പിച്ച് ഹൈറ്റുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ചാടി ഇറങ്ങിയിട്ട് കൊച്ചിനെ എടുത്ത് മേളിൽ ഇരുത്തിയതിനു ശേഷം വീണ്ടും ഞാൻ ചാടി വലിഞ്ഞാണ് കയറിയത്. അപ്പോഴത്തേക്കും ആരോ കൊണ്ട് കിടത്തിയതാണ് ഉറപ്പാണ്. ശരീരത്തിൽ ബ്ലഡോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, വേറെ ഒന്നും അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഡോക്ടർ പരിശോധിച്ചിട്ട് അവർ പറയും.